ഹേ ഗൈസ്, കല്യാണം 8:30. നമ്മൾ റെഡിയായി ഇറങ്ങിയപ്പോഴത്തേക്ക് 8:10. അതിനൊക്കെ താക്കോലിൽ പൂട്ടും വീണില്ല, ഇത് പൂട്ടും വീണില്ല, എല്ലാം വീണില്ല, മൊത്തത്തിൽ മെനക്കേട്. അവസാനത്തെ ഒരു ഓട്ടോ ചേട്ടനുള്ള കാരണം രക്ഷപ്പെട്ട്. ചേട്ടൻ പോകാതെ നമ്മൾ പിടിച്ചു നിർത്തിയാണ്. വാടാ 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 ഓടി വാടാ ഓടി 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 ഓടിയാ പൂട്ടിയതും വേണോ? കയറി 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 കയറാ. പടക്കപ്പലാണോടാ, കിളിപ്പെട്ടിയാണോടാ? ചേട്ടൻ മുല്ലപ്പ് വെക്കുന്നു ചേട്ടൻ. അല്ലടാ, മറ്റേ അപ്പുറത്ത് കല്യാണം. ആലപ്പുഴയിൽ നിന്നും വന്നിട്ടുള്ള ശ്രീല, ആലുവയിൽ നിന്നും വന്നിട്ടുള്ള സുധാജി നായർ. ഇതിന് കല്യാണം കാണാൻ ഓടിപ്പടച്ച് ഇവൻ മാനിനെ പോലെ ഓടിത്തുള്ളി പോണ്. നമ്മളിവിടെ തിരിച്ചു കയറുന്നത്. ഹലോ, സാധാരണ കല്യാണമൊക്കെ അത്ര ലേറ്റ് ആയിട്ട് നടക്കാറുള്ളത്, അതുകൊണ്ടാണ് ഇവിടെ ചടപടേ നടക്കണ ഞാൻ കണ്ടിട്ടുണ്ടോ. അല്ലടാ, 8:08 കാലം പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ലേറ്റ് ആവുന്നുണ്ട്. പക്ഷേ എന്തോ അത്ര ആൾക്കാരോട്ട് നോക്കി കേട്ടാൽ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യില്ല ഇവര്. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമായിരുന്നു. ഇത് സാരല്ല, പോയിട്ടാ വെറുതെ ഇട്ടേക്കാം. വെറുതെ വിട്ടിരിക്കണം. അവളുടെ ഫസ്റ്റ് കല്യാണമല്ലേ, അവളുടെ ഫസ്റ്റ് കല്യാണം. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ക്ഷമിച്ചേക്കാം. അടുത്ത ടീമൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ കല്യാണം മാത്രമല്ലേ മെയിനായിട്ട്. ഇതിനെ നിന്റെ കല്യാണം നമ്മൾ ഇവിടെ നടത്തണേ. പെണ്ണിട്ടിട്ടുണ്ട് അതിന്റെ ആലേക്ക്. ഓക്കെ ഗൈസ്, കല്യാണം നിതിൻ ഒമർ, ഒറ്റ മോനാണ്. അച്ഛൻ നമുക്ക് ഒരു സൽപുത്രൻ. ജോബ് എന്ന് പറയാൻ കാർത്തിസൂർ എഡിറ്ററാണ്. അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ഉണ്ട്. നല്ല നല്ല ആലോചനകൾ ക്ഷണിച്ചുകൊള്ളുന്നു. പോരെ? ഇന്നലെ നീ കാരണം ലേറ്റ് ആയത്. ഫാൻ അടിച്ചിട്ടുണ്ട്. നീയാ ലേറ്റ് ആക്കിയത് നമ്മളെ. ഇന്നലെ ഇവള് വരാൻ ലേറ്റ് ആയതുകൊണ്ടാണ് നമ്മള് ലേറ്റ് ആയത്. ഞാൻ ഇന്നലെ വരാൻ നിങ്ങൾ കല്യാണത്തിന് ലേറ്റ് ആവേണ്ട ആവശ്യം. ഐഫോൺ എന്ത് സീനാണ്, സ്റ്റക്കായി പോകുന്നുണ്ട്. എന്തിനാണ് എന്തോ. ലൂക്കാച്ചിന് പിടിക്കൂല കേട്ടാ. നിങ്ങളൊന്നല്ലേ? നമ്മളൊന്നാ അതിനിപ്പെന്താ? കല്യാണമാണ്, ബ്ലോഗിങ് എല്ലാവരും നീ ആ എറണാകുളത്ത് കിടന്ന് എല്ലാവരും ഇത് എറണാകുളത്ത് എല്ലാവരും ഡേറ്റിംഗ് ചെയ്ത് നടക്കണമെന്നില്ല. നമ്മൾ വല്ല പറഞ്ഞ കോഫി അടിക്കാൻ പോകുന്നത് 10 രൂപ വേണം. നിനക്ക് പറ്റുമോ? ഒരാളൊക്കെ ഞാൻ പറഞ്ഞു ചോദിക്കാൻ പറ്റുമോ? അതിന്റെ ആവശ്യമില്ല, നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. കണ്ട ആരുമായിട്ട് ഇവിടൊക്കെ കയറി ചെക്കൻ കിട്ടാനാ. ഇവക്കൊന്നും ചെക്കനെ കിട്ടത്തില്ല. അംജിത് ഖാനായിട്ട് നല്ല മാച്ച് ഉണ്ട്. പക്ഷെ താല്പര്യമില്ല. സോറി, അവർക്ക് താല്പര്യമില്ല, എനിക്കല്ല. ഫിനിഷിംഗ് ഉണ്ട്. വേണ്ട, സെപ്പറേറ്റ്. നമ്മള് സെപ്പറേറ്റ് ആണ് അല്ലടാ. അത്രയും പേര് മേടിക്കട്ടെ, നമ്മള് സെപ്പറേറ്റ് അത്രേ ഉള്ളൂ. അല്ല, നീ കല്യാണത്തിന്റെ അയ്യോ ഓക്കെ, ഫോട്ടോ എടുക്കട്ടെ. ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. അങ്ങനെ അവള് കിട്ടി. കിട്ടിയടാ. അടുത്ത അംജിത് ഖാൻ, നിതിൻ. നമ്മളെ കല്യാണം ഇപ്പൊ കാണൂല മുത്തേ. ഇനിയും ഒരുപാട് കാലങ്ങൾ പോവാൻ. അംജിത് ഖാൻ ഇടക്കിടക്ക് കല്യാണം ഇടക്കിടക്ക് നല്ല മീറ്റിംഗിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് എറണാകുളത്ത് വരാറുണ്ട്. മോനെ, നീ പലവരുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ തിരക്കാൻ വരുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞ മീറ്റിംഗ് മീറ്റിംഗ്സിന് വേണ്ടി വരാറുണ്ട്. പക്ഷെ നീലക്കൂലി പിന്നെ ഒരു മായ. നിന്റെ ഫോൺ വാങ്ങിച്ച് എറിഞ്ഞ് പൊട്ടിച്ച് അടിയും തന്നു വിടുന്നേ. ഗുരുവാറിലടി അടുത്തടി കണ്ണാടി കൊടുക്കത്തിന്റെ കലിപ്പിക്കണ്ട, വലിച്ചു വരെ അടിക്കുന്നത്. പയ്യന്മാരുണ്ട്. പക്ഷെ ലുക്ക് അംജിത് ഖാനാണ്. ശ്രീകുട്ടിയുടെ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷെ നമ്മൾ വെളി കാണിക്കാം. പക്ഷെ ഇവിടെ ഒരാളെ നോക്കി എവിടെ കണ്ണ് കാണിച്ച് കണ്ണൊക്കെ ചോന്നിരിക്കണില്ല. രേഷ്മകാരിയാണ്, രേഷ്മകാരഞ്ഞി.
രേഷ്മ കരഞ്ഞു. കണ്ണീരുള്ളവർ കരയും. ഓ എന്ത് നിനക്ക് ഇവളും കരയാണ്. കരയല്ലേ ബെസ്റ്റ് ഫ്രണ്ട് എടി രേഷ്മ കരയണ്ടി. രേഷ്മ കരയാണ്. രേഷ്മ കണ്ണീരിന് കുടുകൂടെ ഒഴുകുന്നു. രേഷ്മ കരയാണ്. കരയിച്ചല്ലേ വല്ല കാര്യം ഉണ്ടായിരുന്ന അവിടെയും കിട്ടി. അയ്യോ സോറി ക്യാമറ മൊത്തത്തിൽ തകർന്നിരിക്കും. നമ്മളിനെ ആര് നോക്കോളാ? നമ്മളിനെ ആര് നോക്കും? ടൂർ പോകുമ്പോ നമ്മളാര് നോക്കും? അതാണ് വേറൊന്നും. നമ്മൾ ടൂർ പോകുമ്പോ നമ്മളെന്നോ നിയന്ത്രിച്ചിന്റെ കൂടെ ഒരേ ആളുകളായിരുന്നു. ഇനി ആര് അമ്മയെ പോലെ ഗുണ്ടിനെ പോട്ട് ഫ്രണ്ടിരിക്കും. മറ്റേ അവരൊന്നും പറഞ്ഞ ഗുണ്ട കറക്റ്റ് ഗുണ്ട നമ്മളെ കൊല്ലും നമ്മളെ വഴി. അല്ലല്ല അവിടെ ചെന്നൊരു സമയം കഴിഞ്ഞ തുറ ബാ മക്കളെ ബാ റൂമിൽ പോവാ എവിടെയും വെക്കടി ചാച്ചി ഉറക്കിച്ചിട്ട്. അച്ഛാ നമ്മുടെ കൂട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ഇവളുണ്ടെങ്കിൽ നമ്മളെല്ലാം അലമ്പായിരിക്കുമല്ലോ. അറിയാലോ നമ്മുടെ ടൈം കഴിഞ്ഞാൽ അലമ്പായിരിക്കുന്നത്. ഇവളാണ് പോട്ടെ അങ്ങനെ പോട്ടെ ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു പോണതൊക്കെ. പ്രൊഡക്ഷൻ കൺട്രോൾ ഒരു സംഭവം ഭയങ്കരമായിട്ടൊക്കെ ഒരുങ്ങി വന്നിട്ടുണ്ട്, സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു സംഭവമുണ്ട്, തിരിഞ്ഞാണ്ട് അയ്യോ ഇന്താ പറ്റി അവിടെ തിരിഞ്ഞിട്ടുണ്ട്. അയ്യോ മഞ്ഞൊക്കെ വെള്ളം സൈഡിൽ നീ മാറ്, നീ അങ്ങോട്ട് തിരിഞ്ഞേ. എടാ ഇവിടെ ഇരിക്കണ്ട, ഇവിടെ ഇങ്ങനെ ഒലിച്ചിറങ്ങിയിരിക്കുന്നു ആരെയോ കണ്ടിട്ട്. ഇവിടെ ലിപ്സ്റ്റിക് അല്ല, വെള്ള കളറിലേക്ക് ലിപ്സ്റ്റിക്കാ. ടിഷ്യൂ മനസ്സിലായല്ല ഇതിന്റെ ഇത് നീലക്കൂലി പിന്നെ ഭേദമുണ്ട് അവിടെ മഞ്ഞ്. ശരി അയ്യോ കെട്ടി അയ്യോ കെട്ടി അയ്യോ കെട്ടി ഇവള് കെട്ടിയേ. നമ്മൾ നിതിന് പഠിക്കാൻ വേണ്ടി കയറിയത്. അവിടെ നമ്മൾ എക്സ്ട്രാ അവിടുത്തെ കോഫി കട ഉണ്ടല്ലോ, നെസ്കഫയുടെ കോഫി കട ഉണ്ടല്ലോ, അവിടുന്ന് കോഫി വാങ്ങിക്കാൻ വേണ്ടി എക്സ്ട്രാ പൈസ വെച്ചിട്ട് ആരും തരുന്നില്ല. എന്താ അവസ്ഥയാണ് എന്തോ, നടക്കുന്നില്ല കോഫി അടിക്കുന്നത്. ഞാൻ റീല് ചാമ്പാൻ പറ്റും നോക്കട്ടെ, മറ്റേ ഗുരുവായൂർമാതിലൊക്കെ ആ സാധനം. ഒന്നെങ്കിൽ രേഷ്മേനെ കൊടുത്തിട്ട് അല്ലെങ്കിൽ അവളുടെ വേറൊരു കൂട്ടിയാണ്, അവരാരെയും കൂട്ടി എടുക്കാൻ പറ്റും നോക്കട്ടെ, നൈസായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. നമ്മൾ ബസ്സിന് പോകണം ട്രെയിനിന് പോകണമെന്നുള്ള കാര്യം ഇതുവരെ തീരുമാനമായിട്ടില്ല. എന്തിനെങ്കിലൊക്കെ പോകുന്നുള്ള കാര്യം തീരുമാനമാക്കി അപ്പോഴും വരാം. പൈസ കടയിൽ ആൾ കാണുന്നില്ല. നമ്മള് പൈസ ഉപയോഗിക്കുന്ന പുള്ളി ഫുഡ് കഴിക്കാൻ പോയി. എന്തൊരു രീതിയാണ് വാ ഇനി പോയിട്ട് കുറച്ചും പേരാ. റിസ്ക് ആണ് മോനെ, വെറും വരി മോര് വേണ്ട. ഒന്നുമല്ല, ഇന്ന് പെട്ടെന്ന് ശ്രീകുട്ട കല്യാണം കഴിഞ്ഞു. നമ്മളത് ഇന്നലെയൊക്കെ നടന്ന കല്യാണമൊക്കെ കുറച്ച് ലൈറ്റായിട്ടാണ് നടന്നത്. ഇന്ന് നോക്കിയാൽ മണ്ഡപമൊക്കെ ഭയങ്കര കാര്യമായിട്ട് കിടക്കുന്നുണ്ട. അതാണ് ഷോഷാണ്. നമുക്ക് ഇന്നലെ ലക്കിയില്ല കല്യാണം കാണാണ്ട്. പൈസ റീലും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഇത് കോൾഡ് കോഫി ഇതും കൂടി കുടിക്കാനുള്ള സെറ്റായിട്ടുണ്ട്. ഇനി ഇത് കുടിച്ചിട്ടാണ് നമുക്ക് നേരെ തിരിച്ച് നമ്മളെ അവിടെ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് വേണ്ട. ഓഡിറ്റോറിയത്തിൽ പോയി ഫുഡൊക്കെ കഴിക്കാനൊക്കെ റൂമിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഇവിടെ നമ്മൾ ആനക്കൊട്ടിൽ പോകാനിരുന്നതാണ്. പക്ഷെ അപ്പോൾ ഇത് പറഞ്ഞ് 2 കിലോമീറ്റർ കൊണ്ട് അങ്ങനെ പറയുമ്പോഴത്തേക്കും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തപ്പി പിടിച്ച് വന്നേ. അവിടെ 2 ആന നിൽക്കണണ്ട. വീട് വരെ വന്നിട്ട് ആദ്യമായിട്ട് ആനനെ കാണും. 2 ആന നിൽക്കണം. പാപ്പാന്ന് അവിടെ കിടന്ന റീല് കാണുന്നത്. അനങ്ങുന്നില്ല പാപ്പാനെ വിളിക്കേ. 5 വിളി ഒന്ന് ഞൊട്ടടിച്ചേരാ. അടിച്ചേ വയസ്സിന് മൂത്തോരെ ഇങ്ങനെ വിളിക്കാൻ പാടില്ല. അങ്ങനെ വിളിക്കാടാ, ചേട്ടാന്ന് വിളിച്ചത്. ചേട്ടാ കേക്കടിച്ചില്ലടാ, പുള്ളി റീലിംഗ് കണ്ടിരിക്കല്ലേ. നീ വിളിക്കും ചേട്ടാ 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 കേട്ടോ. ആരെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? ഇല്ല പറ്റൂലെന്ന് പറഞ്ഞു. ഓക്കെ താങ്ക് യു ചേട്ടാ. കഴിഞ്ഞില്ലേ? കഴിഞ്ഞ് കാണാൻ പറ്റില്ല. ഇനി നമുക്ക് നേരെ ഓടിച്ചെറുതി പോയിട്ട് സദ്യ കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുത്ത് നമുക്ക് തിരിച്ച് വർക്കിലേക്ക് പോവാം. കഴിഞ്ഞില്ലേ? നമ്മൾ തിരിച്ച് ഇവിടെ ഓഡിറ്റോറിയം ഉണ്ടല്ലോ, അതായത് അവിടുത്തെ കാര്യങ്ങൾ താഴെട്ടിഞ്ഞ് മുന്നോട്ട് ഓഡിറ്റോറിയത്തിൽ പോയിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ അവിടെ റെഡിയായതിൻ്റെ റിയാക്ഷൻ, നമുക്ക് റിയാക്ഷൻ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അത് നോക്കാൻ വേണ്ടി വന്നതാണ്. ഇതിൽ ഏത് റൂമാണോ എന്തോ താഴത്താണോ? അയ്യോ അയ്യോ, ഫസ്റ്റില് ഏതെങ്കിലും ഒന്നൊക്കെ തീരുമാനിച്ചു.
സ്റ്റെപ്പ് ഇറങ്ങി വരും. എന്തിനാ ഇറക്കം നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും. കേച്ചാണ് ഭയങ്കര പാഴോട്ട് കയറേണ്ടത്. ലൈഫ് അങ്ങനെയാണ്. നമുക്ക് എവിടെയെങ്കിലും കയറിപ്പെടണമെങ്കിൽ ഭയങ്കര പാഴോട്ട് കയറിപ്പെടാൻ പറ്റും. ഇറങ്ങി വരണമെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റും. തോട്ട് സ്പോർട്സ് സാധനങ്ങൾ MC രേഷ്മ അറിയാം. നീ MC ആകാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിനക്ക് താഴത്തേക്ക് വരാൻ അതിന് കഷ്ടപ്പാടില്ല. ഓക്കെ അവൻ ആരായി? ശ്രീകുട്ടി ബിനു ഗുണ്ടബിനു കണ്ണങ്കരക്കുള്ളിൽ തോന്നിക്കൽ. ബിനുവേ റെഡിയായോ? ബിനുവേ റെഡിയായോ? ഏതെങ്കിലും അമ്മാവനാന്ന് വിചാരിക്കും. ഇതിനകത്ത് ആളുണ്ടോ? റെഡിയായോ? പെട്ടെന്ന് റെഡിയാവും. ഞങ്ങൾക്ക് റിയാക്ഷൻ കൂട്ടിയിട്ട് നിന്നെ കണ്ടിട്ടാ കൂട്ടിയിട്ട് നിന്നെ കണ്ടിട്ട്. ഓ അല്ലേ രേഷ്മേനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി അംജു അങ്ങനെ കിടക്ക് തമാശകളൊക്കെ അടിക്കും. ഒന്നും പറഞ്ഞില്ല. നിന്റെ വാതറക്കാൻ പറ്റൂല. അല്ല ഇതല്ലേ കല്യാണ ചെറുക്കൻ? കല്യാണ ചെറുക്കൻ ഒറ്റ കിടക്കണം. ഓ നീയല്ലേ? നീ അവനെ വളക്കാൻ നോക്കിയത്. ഇപ്പൊ വീഡിയോ അതല്ല. നിക്ക് പണ്ടൊരാളെ IFFK ഓർമ്മയുണ്ടോ? ഫസ്റ്റ് വന്നത് എന്റെ ഫ്രണ്ടാണെന്ന്, വീഡിയോഗ്രാഫറാണെന്ന്. അപ്പഴേ ഞാൻ തൂക്കിയത്. കഴിഞ്ഞല്ലോ പറയണ വീഡിയോഗ്രാഫറാണെന്ന്. പരസ്യം ഇരിക്കട്ടെ. ഇനി എന്ത് രഹസ്യം പരസ്യം? എന്ത് കാര്യം? കല്യാണം കഴിഞ്ഞില്ലേ? വെയിറ്റിംഗ് ഫോർ ശ്രീകുട്ടീസ് എൻട്രി. വയ്യേ അംജിത് ഖാൻ നീലക്കൂലേ ടോപ്പ് ആംഗിൾ ഷൂട്ടൊക്കെ. അംജിത് ഖാന്റെ ടോപ്പ് ആംഗിൾ ഷൂട്ട്. എവിടെ വരൂ? അയ്യോ ക്യാമറമാൻ്റെ മൂലാണ്. ക്യാമറമാൻ്റെ മൂലം മാത്രമേ കിട്ടുള്ളൂ. നമ്മളൊന്നും കിട്ടില്ല. എന്തിനാ അയ്യോ ചെറുക്കനാണ്. അവിടെ വന്നില്ല. അവിടെ വന്നില്ല. ചെറുക്കനാണ്. ഇതെന്താ ചെറുക്കൻ മാത്രമേ? നമ്മൾ ഇടിക്കത്തല്ലടാ. കളർച്ചയുണ്ടല്ല. എല്ലാരും പൊക്കത്ത് എണീറ്റ് എടുക്കുന്നു. നമ്മൾ അത്ര ലോകം. അയ്യോ രേഷ്മേനെ സൈഡായി കളഞ്ഞ്. രണ്ടാമത്തെ പെണ്ണാണ് എവിടെ? അത് ശ്രീകുട്ടിയുടെ ചേച്ചിയല്ലേ നിൽക്കുന്നത്? ഇല്ല ശ്രീകുട്ടി വന്നില്ല. ശ്രീകുട്ടിയെ മാത്രം കാണാനില്ല. എനിക്ക് നമ്മൾ ആദ്യമേ ബസ്സിൽ കയറിയിരുന്നു. ഞാൻ ആദ്യം പോകും. നമുക്കൊരു കാര്യം ചെയ്തരാം. അവളെ കൊണ്ട് നമുക്ക് ട്രെയിനകത്ത് പോയാലോ? ഇങ്ങനെ ബസ്സിലും പയ്യൻ ബസ്സിലല്ലേ ടേക്ക് കെയർ ഒക്കെ ചെയ്യും. കല്യാണ ചെറുക്ക ഹായ്. പ്ലിങ്ങി. ശ്രീകുട്ടി പിന്നെ വന്നില്ലല്ലോ. ഇത് കല്യാണ ചെറുക്കാൻ മാത്രമല്ലേ? അവൾക്ക് ഇൻവിറ്റേഷൻ ഇല്ലേ? ചുമ്മാ വരുമോ? ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് വിളിച്ചിട്ടോ കല്യാണം വിളിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. കൂടറുണ്ട് കേട്ടാ. ശ്രീകുട്ടി എൻട്രി. താലികെട്ട് കാണാൻ പറ്റില്ല. താലികെട്ടിനും കാണാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. അഞ്ചു സമയം തരുന്നു. കണ്ണിലുണ്ട്. അവളുടെ കണ്ണിൽ എന്തോ തീഷ്ണ കത്തുന്നുണ്ട്. പുള്ളി സ്ലോ മോഷൻ പുള്ളി ക്യാമറ കരഞ്ഞു.
ഉമ്മ കൊടുക്കാൻ നമ്മളെ ശ്രീകുട്ടിക്ക് അവന് ഉമ്മ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീകുട്ടി ആട്ടി വിട്ട് നമ്മൾ അവിടുത്തെ കല്യാണം കാണാൻ പറ്റില്ല. ഇവിടുത്തെ കല്യാണം കണ്ട് ആ കണ്ണുകൾ കണ്ണീര് പൊടിയുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ആ കണ്ണുകൾ കണ്ണീര് പൊടിയുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഓക്കെ, കരഞ്ഞോ? കരയുന്നു. സമ്മതിക്കുന്നു. അഞ്ചു എന്തോ ടാർഗറ്റ് ചെയ്യുന്നത്. എനിക്കിപ്പോ അഭിനയിക്കാൻ ഭയങ്കര മടിയാണ് വന്നത്. വലം വെച്ച് വരുന്നൊരു 100 രൂപ എടുത്തല്ലേ. ഒരു പ്രത്യേക സാഹചര്യത്തിന് കല്യാണം അല്ല, ഇത് ചെറുക്കൻ കെട്ട ഒരു കൊല്ലല്ല 3 കൊല്ലം വെക്കണ്ടേ? ഐസ് 1 2 3 ഗ്ലാസ് 3 ഗ്ലാസ് ഒക്കെ 3 ഗ്ലാസ്. ആ 3 ഗ്ലാസ് എന്താ വെച്ചാൽ പായസം തന്നെ ഗ്ലാസ് കേട്ടോ. എന്നാൽ പിന്നെ അവർക്ക് ഇലക്ക തന്നാൽ പോരെ. എന്തിനാ ഗ്ലാസ് എന്നിട്ട് ഗ്ലാസ് കഴുകാൻ നിൽക്കുന്നത്? എന്ത് മണ്ടത്തരാണ് അല്ലേ? ഇല്ല കഴിക്കോണ്ടില്ല. അതെ, ആ അതാ ഗ്ലാസ് തന്നെ തന്നെ നമ്മൾ ഇലക്കാത്ത് ഇലയിലേ കഴിക്കത്തുള്ളൂ. വെയിറ്റിംഗ് ഫോർ സദ്യ. സദ്യം കഴിച്ചിട്ട് റൂമിൽ പോയി ബാഗും പാക്ക് ചെയ്ത് നമ്മൾ ബസ്സിനാണ് തിരിച്ചു പോകുന്നത്. വൈബാക്കുന്നു. ആ എല്ലാം തന്നെ പറയിപ്പിക്കും. ശ്രീകുട്ടരുടെ കല്യാണ സദ്യ. കഴിച്ചിട്ട് നമ്മൾ ബാഗിൻ്റെ ഇറങ്ങിയിട്ട് വരാം. ബൈ ബൈ. റൂമിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മളിപ്പോൾ ശ്രീകുട്ടർ അവിടെ നിന്ന് അങ്ങോട്ട് ബസ്സുണ്ട്. അപ്പോൾ അതിൽ പോകാമെന്ന് വിചാരിച്ച്. പക്ഷെ അതൊന്നല്ലത്. അവിടെ നോക്കി ഇവിടുത്തെ ഫ്രണ്ടാ പോയിട്ട് ബാഗ് നോക്കിപ്പോണേ. അതാരുടെ അഞ്ച് ബാഗ് അവിടെ? ഓ, ഒരു ബാഗ് വിട്ടുകൊണ്ട് വന്നാണ്. ഇപ്പം ട്രോളി ബാഗ് കയ്യിൽ. നടക്കട്ടെ 2 ബാഗൊക്കെ. അംജിത്തേട്ടൻ്റെ കെയറിങ് ഇതാരുടെയൊക്കെ ബാഗ്? രശ്മിയുടെ ബാഗ് അല്ലേ? നമ്മൾ ഇത്രയും ചുമട് താങ്ങി പിടിക്കാൻ പറ്റൂല. 2 ബാഗൊക്കെ തോളെടുക്കാന്നാ. അംജിത്തും അംജുവിന്റെ ട്രോളി പോകും. കൊള്ളാടെ കൊള്ള. നടക്ക്. ടാറ്റാ, നമുക്ക് അവിടെ കാണാം. കം ഓൺ, ലെറ്റ്സ് ഗോ. വണ്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട്. സീറ്റ് നമ്മൾ റിസർവ് ചെയ്തു. അല്ല, ഇതിനകത്ത് പാട്ടിടാൻ പറ്റുമോ അറിയാൻ പറ്റില്ല. പാട്ടിടാൻ പറ്റുമോ? എന്തായാലും നമ്മൾ പാട്ടിട്ടില്ലേ നമ്മൾ കിടന്ന് ഉറങ്ങും. പാട്ടിട്ടില്ല. അച്ഛമ്മ അപ്പന്മാരൊക്കെയാണ്. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അല്ലേ? അവിടെ കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. അല്ലല്ല, നമ്മൾ ഗുരുവായൂരിൽ ഇറങ്ങി നമ്മൾ തിരിച്ച് ശ്രീകുട്ടി വീട്ടിൽ വന്ന് ശ്രീകുട്ടി കയറാനത്ത് കമ്പവും കതിനെയൊക്കെ ഉണ്ടായിരുന്നു. വൺ സെറ്റപ്പ് കമ്പവും കതിനെ. ആ പടക്കം പൊടി കണ്ടിരുന്നു. വീട്ടിൽ പടക്കാണ്ട് കൊടുക്കുന്നത്. നമ്മളായിരുന്നു അതിൻ്റെ ഓപ്പറേറ്റർ. പക്ഷേ ആരും അറിഞ്ഞില്ല. ഓക്കെ, ഫസ്റ്റ് നൈറ്റ് കിടക്കാൻ ഫസ്റ്റ് നൈറ്റ് എവിടെ ഇന്നവരെ ഫസ്റ്റ് നൈറ്റ് വീട്ടിൽ പറയാൻ പറ്റിയ വാക്കാണ്. അയ്യോ നിങ്ങൾ പോട്ടാ. പോയിട്ട് ഉറക്കണം. അത് ഉറങ്ങും.
അവിടെ ഏതൊരു റിസോർട്ട് കിട്ടിയത് ഇവര് ഡ്രസ്സ് മാറാൻ ഇവര് ഡ്രസ്സ് മാറ്റില്ല ഇവരിപ്പോൾ ഇവരെ കൊണ്ടാക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റും. ഇവരെ കൊണ്ട് നമ്മളാക്കണം. അബ്ദുള്ള ഉണ്ടാക്കും വീട്ടിൽ അവര് നിൽക്കുന്നതെന്ന് അമ്മ പറഞ്ഞു അവിടെ ആരൊക്കെ ഉണ്ടെന്ന്. എൻ്റെ വീട്ടിൽ ഒരു 10 മിനിറ്റ്. 10 മിനിറ്റല്ലേ അപ്പൊ നമ്മളെ കൊണ്ടുപോയിട്ടാ ഉണ്ടോ കല്യാണം കഴിഞ്ഞ് വേറെ വീട്ടിൽ വന്നില്ല അതിന്റെ ടെൻഷൻ ഉണ്ടോ വേറെ വീടല്ല, ഇതൊരു സ്വന്തം വീടാണ്. ഓക്കെ ശരി ബാഗ് ഒരു ബാഗ് കൂടെ അടുത്ത ട്രിപ്പ് പോകണ്ടേ അതെ അതിൽ തന്നെ വിളിക്കാം ചേട്ടനെ വിളിക്കാം ചോദിക്കാൻ പറ്റിയ സാഹചര്യം ട്രിപ്പിനെ പറ്റിയൊക്കെ ഇപ്പൊ നല്ല നമ്മൾ ട്രിപ്പ് പോകാം, അടിപൊളിയാണ്. പോണം എന്തൊക്കെയാലും ആരൊക്കെ അയച്ചു എൻ്റെ ഫ്രണ്ടാണ്, എനിക്ക് അറിയില്ല. പക്ഷെ നമ്മൾ ഒരുപാട് സംസാരിച്ചു, ഒരുപാട് കമ്പനിയായി. സ്വാഭാവികമാണ് അല്ലേ ശ്രീകുട്ടി അതെ 1-ാം തീയതി കല്യാണമാണ് വരണം കേട്ടോ പറഞ്ഞത്. എവിടെയാണ് വീഡിയോഗ്രാഫി 5 റീലൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ ഐ ശ്രീകുട്ടി അകത്ത് കയറി ഇതെല്ലാം മാറ്റി സെറ്റാക്കിയിട്ട് റൂമിൽ കയറ്റിയിട്ട് നമ്മൾ പോകുന്നത്. നമുക്ക് അത്ര ഉത്തരവാദിത്തം ഉണ്ട് അല്ലേ? ഫസ്റ്റ് നൈറ്റൊക്കെ തള്ളി വിട്ടിട്ട് നമ്മൾ പോകാറുള്ളൂ. ഐസ് നമ്മൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി റൂമിൽ എത്തിയിട്ടൊക്കെ വരാം. അത്രേ ഉള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ച് ആരും വന്നിരിക്കുന്നതൊക്കെ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് അതെ പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് അബ്ദു ആണ് നമ്മുടെ ഇവിടുത്തെ ഫുള്ള് നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന ശ്രീകുട്ടി പറഞ്ഞിരിക്കുന്നത്. വർക്കലേ വന്ന അബ്ദു. അത് മാത്രമല്ല നമുക്ക് ഇന്നത്തെ സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്ന അബ്ദു ആണ്. ദ സീക്രട്ട് ഗാർഡൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ നമ്മൾ വന്നിരിക്കുന്നത്. നൈറ്റ് വന്നിട്ടൊന്നും കാണാനില്ല. റൂം കൊള്ളാം. റൂം കപ്പിൾസിനൊക്കെ പറ്റിയ റൂമാണ്. കപ്പിൾസ് പറ്റിയ റൂമാണ് കേട്ടോ. എനിക്കതാ തോന്നിയത്. നല്ല ആംബിയൻസ് ഉണ്ട്. ലൈറ്റൊക്കെ നോക്കി കിട്ടില്ല ആംബിയൻസ്. അവിടെ ലൈറ്റ്, ഇവിടെ പൊക്കത്തൊക്കെ ലൈറ്റ് കൊള്ളാം. നല്ല ബീച്ചിന് ക്ലിഫിന് തൊട്ടിപ്പുറത്ത് തന്നെ. അതെന്തായാലും നന്നായി. അധികം ക്ലിഫിലേക്ക് കിടക്കാൻ രാവിലെ വേണ്ട ഒന്നും പറയുന്നില്ല. ഇപ്പം നടന്നില്ല. ഓക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം.